ഈ ഒരാഴ്ചയിൽ കടയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇന്ന് എനിക്ക് കൊടുക്കാനുള്ള, ഇന്നും നാളെയായിട്ട് എനിക്ക് കൊടുത്ത് തീർക്കാനുള്ള ജോലികളാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. സാരികളിലൊക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം, അതുപോലെ കുഞ്ചലം കിട്ടണം. പിന്നെ ഈ ഒരു നെറ്റിൻ്റെ സാരിയിൽ 2 ടോപ്പ് ചെയ്യണം. ഒരു അനിയത്തിക്കും ചേച്ചിക്കുമായിട്ട് 2 ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതുപോലെ ഒരു ജോർജറ്റ് മെറ്റീരിയലും ഒരു ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇന്ന് തീരുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് തീർക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ബ്ലൗസുകൾ മാത്രമേ തീർന്നിട്ടുള്ളൂ. 3-4 ബ്ലൗസുകളുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹുക്കും ഹെമ്മിങ്ങുള്ള ജോലികളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കുള്ളത് കട്ട് ചെയ്തൊക്കെ വെക്കാൻ. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് എനിക്ക് ഈ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു. അപ്പോൾ ഈ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ട് വേണം എനിക്ക് സാരിയിൽ കുഞ്ചലമൊക്കെ കെട്ടാനുള്ളത്. ഇത് രണ്ടെണ്ണം സാധാരണ സ്ലിറ്റുള്ള ടോപ്പാണ്. 2 പേർക്കും ഒരേ മോഡലുമാണ്. ഇനി ഒരു ജോർജറ്റ് ഉള്ളതാണ്, എനിക്ക് നല്ല സമയമെടുത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയത് ഞാൻ. പിന്നെ സാരിയുടെ കുഞ്ചലായാലും കുറച്ച് സമയം കൂടുതലായി. കാരണം എന്ന് വെച്ചാൽ അതിൽ കുഞ്ചലം ഉണ്ടായിരുന്നതാണ് ഓൾറെഡി തന്നെ. പക്ഷേ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ ഈ ഒരു പാറ്റേൺ മതി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അഴിച്ചു മാറ്റിയിട്ട് വേറെ എനിക്ക് കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ 2 സാരിയിലും കുഞ്ചലമൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജോർജറ്റ് മെറ്റീരിയലിലെ ടോപ്പ്. അതിൽ എലൈൻ ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സ്ലീവും വി നെക്കും വെച്ചിട്ടാണ്. നല്ലൊരു സിൽക്കി ആയിട്ടുള്ളൊരു ജോർജറ്റ് മെറ്റീരിയലായിരുന്നേ. ഇനി ഇത് നെറ്റിൻ്റെ 2 ടോപ്പാണ്, സ്ലിറ്റ് ഉള്ളതാണ്. 2 പേർക്കും ഒരേ പാറ്റേണിലാണ് വി നെക്ക് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. കൈക്ക് ട്രാൻസ്പെറൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് സാരികളാണ്. അപ്പം ഈ ഒരു നല്ലൊരു പൊന്മാൻ നീല സാരിയിൽ റോസ് ബോർഡർ വന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുപോലെ ഇതൊരു അക്വാബാഡ സാരിയാണ്. അതിൽ തന്നെ ബ്ലൗസ് പീസായിരുന്നു, അക്വാബാഡ തന്നെ ബ്ലൗസ് പീസാണ്. അതേപോലെ ഇനിയുള്ളത് ഒരു പട്ട് സാരിയാണ്. അപ്പോൾ ഈ പട്ട് സാരിക്ക് ബ്ലൗസ് പ്രിൻസസ് കട്ടിംഗ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 സാരിയിലും കുഞ്ചലവും കെട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു പനി വന്നിട്ട് ശരിക്കും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് സ്ലോയിലാണ് ഈ ജോലികളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് തീർക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാരിയിലെ കുഞ്ചലമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് 2 സാരിയിലും. അതിൽ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.